ചില മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, ഇന്നലെ വരെ BJP ആയിരുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ദിവസം കൊണ്ട് കോൺഗ്രസ് ആവാൻ കഴിഞ്ഞത്? ഞാൻ അവരോട് പറഞ്ഞു ഇന്ത്യയിൽ ജനിക്കുന്ന ഓരോ പൗരന്റെയും DNA-യിൽ കോൺഗ്രസ് ഉണ്ട്. ഇന്ത്യയുടെ ആത്മാവാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യൻ പൗരന് കോൺഗ്രസ് ആവുക എന്നുള്ളത് ഒട്ടും പ്രയാസമുള്ള കാര്യമല്ല. അവന്റെ നാച്ചുറൽ ചോയ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. മറ്റേതൊക്കെ പിന്നെ വന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ അഭിമാനബോധത്തോടു കൂടി പറയുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവ് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വരേണ്ടത് ഈ രാജ്യത്ത് സമാധാനമുണ്ടായി സമാധാനത്തോടുകൂടി ജനങ്ങൾക്ക് ജീവിച്ചു പോകാൻ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് തിരിച്ചുവരവ് നമ്മുടെ രാജ്യത്തിന്റെ സർവ്വതോന്മുഖമായിട്ടുള്ള പുരോഗതിക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ്. ഈ ഒരു വർഷക്കാലം കേരളത്തിലുടനീളം യാത്ര ചെയ്ത വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു, മെസ്സി വരുമോ വരില്ലെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, UDF വരും. ഒരു തർക്കവും വേണ്ട. അതാണ് കേരളത്തിലെ കാലാവസ്ഥ. ഇവര് പല ഉടായ്പും പറയും, പല കാര്യങ്ങളും പറയും, അല്ലെ? 5 കൊല്ലം കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞ് ഇനി അധികാരത്തിൽ തിരിച്ചു വരില്ല എന്ന് ഉറപ്പായപ്പോ എന്തൊക്കെ ഉടായ്പകളാ പറയുന്നത്. ക്ഷേമ പെൻഷൻ 2000 ആക്കിയില്ലേ എന്ന് പറഞ്ഞു. 2500 കൊടുക്കുന്നല്ലേ പഹയന്മാരെ വാഗ്ദാനം ഉണ്ടായിരുന്നത്? ബാക്കി 500 ആര് കൊടുക്കും? നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്ക് പാലിക്കുന്നുണ്ടോ? 9 കാലായി നമ്മളൊക്കെ, എന്റെയൊക്കെ പ്രയാസം, ഞങ്ങളൊക്കെ അമ്പലത്തിന് മുമ്പ് പോയില്ലെന്നില്ലാന്നുണ്ടെങ്കിൽ അവസാനത്തെ സ്വർണം കൂടി ഇവർ അടിച്ചുകൊണ്ട് പോകും. രാത്രി ആയി കഴിഞ്ഞ് അമ്പലത്തിലെ മുതൽ മുഴുവൻ കട്ടുകൊണ്ടുപോവാണ്. ശബരിമലയില് നിങ്ങൾ കണ്ടില്ലേ, സ്വർണ്ണപ്പാളി അടക്കമുള്ള കാര്യങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. ഇതുപോലെ അമ്പലം വിഴുങ്ങികൾ. എന്നിട്ട് ആ കേസ് മുഴുവൻ ഒത്തുതീർപ്പാക്കാൻ നോക്കുകയാണ്. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും അതുപോലെ ഒരു മുരാരി ബാബുവിലും ഈ കേസ് അവസാനിപ്പിക്കാൻ നോക്കുക. പക്ഷെ നിങ്ങൾക്കറിയോ, ഇത് വിജയ് മല്യ കൊടുത്ത സ്വർണം അത് ചെമ്പുപാളിയാണെന്ന് ആദ്യം എഴുതി കൊടുത്തയാളുടെ പേര് വാസു എന്നാണ്. ആരാ വാസു? CPM-ന്റെ നേതാവ്, അന്ന് ദേവസ്വത്തിന്റെ കമ്മീഷണറാണ്. പിന്നീട് അത് ചെമ്പുപാളിയാണെന്ന് എഴുതി കൊടുത്തത് പത്മകുമാറാണ്. ആരാ പത്മകുമാർ? CPM-ന്റെ MLA. പിന്നീട് 2025 വീണ്ടും ഇത് മുഴുവൻ മോഷണം നടന്നു എന്നറിഞ്ഞിട്ടും വീണ്ടും അതെടുത്ത് ഉണ്ണീഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് കൊടുക്കാൻ പറഞ്ഞത് പ്രശാന്താണ്. ആരാ പ്രശാന്ത്? CPM-കാരൻ. ഈ CPM നേതാക്കളിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ബോധപൂർവമായ പരിശ്രമം നടത്തുന്നത്. പക്ഷേ ഒരു കാര്യം നിസ്സംശയം പറയാം, പണ്ടൊക്കെ ദൈവം പിന്നെയായിരുന്നെങ്കിൽ ഇപ്പൊ ATM പോലെയാണ്, കുത്തി അപ്പ കിട്ടും, അല്ലെ? അയ്യപ്പ സംഘം നടത്തി ജനങ്ങളെ പറ്റിക്കാൻ നോക്കിയതാ, ഒരാഴ്ച കൊണ്ട് ഹൈക്കോടതി വലിച്ചു പുറത്തേക്ക് കിട്ടും. ഒരാഴ്ച